ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തെ ഐബോർഡ് പരിശോധന ഇന്ന് വീണ്ടും തുടർന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. 3 സ്പോട്ടുകളാണ് ഇന്നലെ പുഴയിൽ ഐഡന്റിഫൈ ചെയ്തത്. അതിൽ 2 സ്പോട്ടുകളാണ് പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത്. അതിൽ 2ഉം 3ഉം സ്പോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ഇന്നും ഐബോർഡ് പരിശോധനയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പരിശോധിച്ചു. ഇനി അതിന്റെ വിലയിരുത്തലായിരിക്കും ഉണ്ടാവുക. ദൗത്യം തുടരുകയാണ് എങ്കിലും ദൗത്യം നീളുകയാണ്. കാരണം ഒരു തരത്തിലുള്ള പോസിറ്റീവായുള്ള മറ്റു വാർത്തകളൊന്നും കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുഴയിൽ രൂപപ്പെട്ടിരുന്ന 3 മൺതിട്ടകളിൽ പ്രധാനപ്പെട്ട ഒരു മൺതിട്ടയിലുള്ള പരിശോധന നടക്കുന്നത്. ആ ഭാഗത്തായിട്ട് ലോറി ഉണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും മറ്റ് വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യവും അവിടെ നേവി കുറെ നേരം ആ ഭാഗത്ത് ഹോൾഡ് ചെയ്ത് നിന്നിരുന്നു. അതും അല്പസമയം മുമ്പ് കണ്ടതാണ്. ഇപ്പോഴും അവിടെ നേവിയുടെ പരിശോധന നടക്കുന്നുമുണ്ട്. അതിന് തൊട്ട് മുൻപ് തന്നെ ഡൗൺ സ്ട്രീമിൽ തന്നെയാണ് 3ാമത്തെ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നത്. ഇന്നലത്തെ ഐബോർഡ് പരിശോധനയിൽ ആ ഭാഗത്ത് ഒന്നുകൂടി ശക്തമായ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്നുള്ള പരിശോധന രാവിലെ ഡ്രോൺ സഹായത്തോടുകൂടി നടന്നിരുന്നു. അതിന്റെ വിലയിരുത്തലിന്റെ അന്തിമ ഫലം വരേണ്ടതുണ്ട്. ആ 3ാമത്തെ ഡൗൺ സ്ട്രീമിൽ കണ്ട ആ വസ്തു തന്നെയാണ് അർജുന്റെ ലോറി എന്നുള്ള വിലയിരുത്തലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ക്യാബിൻ വേർപെടാതെ തന്നെ ലോറി അവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇടയ്ക്ക് ഇന്നും മഴ പെയ്തിരുന്നു. അടിയൊഴുക്ക് ശക്തമാണ്. അതിനാൽ തന്നെ ഇന്നും നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നദിയിലെ മൺകൂനയ്ക്ക് സമീപമാണ് ബോട്ടിൽ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം മണ്ണ് മാറ്റി കരയിൽ നടത്തുന്ന പരിശോധന, ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടെയാണ് നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഇന്നുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട് അപകട സ്ഥലത്ത്. ബൈജു, ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണോ? ഈ മണ്ണിടിഞ്ഞു എന്നുള്ളത് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? മഞ്ജുഷ, ഞാനിപ്പോൾ തൊട്ടരികിലാണ്, ആ ദുരന്ത ഭൂമിയുടെ തൊട്ടരികിലാണുള്ളത്. അല്പസമയം മുമ്പാണ് നമ്മൾ അവിടത്തേക്ക് പ്രവേശിച്ചത്. നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച ഏറ്റവും വലുത് ആ പുഴയിലെ നീരൊഴുക്ക് തന്നെയാണ്. വലിയ തോതിലുള്ള നീരൊഴുക്കാണ് പുഴയിലുള്ളത്. വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. ആ കൃത്യമായി കരയിൽ നിന്നും 50 മുതൽ 60 മീറ്റർ വരെ ദൂരത്തിൽ ഈ അർജുന്റെ ടാങ്കർ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ NDRFന്റെ സംഘം പുഴയിൽ നിന്നും ഇത്തരത്തിലുള്ള തെരച്ചിലും അത്തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന ഒരു പരിശോധനയും. അതിനു പുറമെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൽ ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്ന സ്ഥലമുണ്ട്. ആ കടയുടെ മുന്നിലാണ് ഇത്തരത്തിൽ അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു 2 ബൂം മെഷീനും ഒപ്പം 4 JCBകളും ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇപ്പോൾ ഈ അർജുൻ ലോറിയുടെ ക്യാബിനകത്തില്ലെങ്കിൽ ആ അയ്യപ്പൻ ലക്ഷ്മണൻ കടയുടെ അവിടെ ചായ കുടിക്കാനോ മറ്റോ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ്. അത് സംശയം മാറ്റാൻ വേണ്ടി മാത്രമാണ് അവിടെ മണ്ണ് നീക്കുന്നതെന്നാണ്. ഏതായാലും അത്തരത്തിൽ നിരാശയുണ്ടാകുന്ന വാർത്ത വരരുത് എന്ന പ്രാർത്ഥനയാണ് ഓരോ ഭാഗത്തുനിന്നും ഉയരുന്നത്. അതിനിടയിൽ തന്നെ ഈ പുഴയിൽ ഇത്തരത്തിൽ ഈ ലോറിയുടെ ക്യാബിനിലേക്ക് എത്താനുണ്ട്. ആ ക്യാബിനിലേക്ക് എത്താനുള്ള ശ്രമമാണിപ്പോൾ നേവി നടത്തുന്നത്. പക്ഷേ അടിയൊഴുക്ക് അത് വലിയ പ്രശ്നമാക്കുന്നു. പ്രധാനമായും നേവി പറയുന്നത്, നമുക്ക് ഈ പുഴകളിലൊക്കെ അടിത്തട്ടിലൊക്കെ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് എത്തണമെങ്കിൽ ഒരു 2 നോട്ടിക്ക് വരെ പ്രധാനമായി ഇത്തരത്തിൽ പോകാം. പക്ഷെ 3 നോട്ടിക്ക് വേഗതയുണ്ടെങ്കിൽ അത് സ്വന്തം ജീവൻ റിസ്ക് എടുത്ത്, അതുമാത്രമല്ല ഏതെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെട്ടു ആ സാഹചര്യത്തിൽ എടുക്കേണ്ട ഒരു നടപടിയാണ്. ഇപ്പോൾ 7 നോട്ടിക്കാണ് ഈ പുഴയുടെ വേഗത. അത് ഓർക്കണം, 10 മടങ്ങാണെന്ന്, ഇരട്ടിയായി ആ വേഗത. അത്രയും ദുർഘടമായ ഒരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ എന്തായാലും ഈ മുങ്ങൽ വിദഗ്ധർക്ക് ആ ക്യാബിൻ നേവി പലതവണ അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഈ ലോറി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഇന്നലെ ലോറി സ്പോട്ട് ചെയ്തിരുന്നു, അതിൽ ചില സംശയങ്ങൾ, ഈ 2ഉം 3ഉം സ്പോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അത് ടാങ്കറിന്റെ ക്യാബിനും ഈ അർജുന്റെ ലോറി ക്യാബിനോട് കൂടിയ ലോറിയും എന്നുള്ള ആ ഒരു താരതമ്യം വീണ്ടും നടത്തുകയാണല്ലോ ഇന്നുണ്ടായത്. അതിന്റെ ഫലം ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ പോലും നേവിക്ക് ഇറങ്ങാൻ പറ്റില്ല എങ്കിൽ ദൗത്യം തടസ്സപ്പെടുകയല്ലേ ബൈജു ചെയ്യുന്നത്? പിന്നെയും കരയിൽ ഇങ്ങനെ ഈ മണ്ണ് നീക്കുന്നത് അത് ഒരു പ്ലാൻ B എന്ന രീതിയിൽ കൂടി ചെയ്യുന്നതല്ലേ? അടുത്ത ഘട്ടത്തിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് രീതിയിൽ ലോറിക്കടുത്തേക്ക് എത്താം? അതിന്റെ ഭാഗം കൂടിയല്ലേ ഈ കരയിലെ മണ്ണ് നീക്കൽ?
അതോടൊപ്പം പക്ഷേ ഇതൊരു പുതിയ ദൗത്യമാണല്ലോ. ഈ മൺകൂനയ്ക്ക് സമീപം, ഈ പുഴയിൽ രൂപപ്പെട്ട മൺകൂനയുടെ സമീപം നേവി പോയതും ആ ഭാഗത്ത് പ്രത്യേകമായിട്ട് തെരച്ചിൽ നടത്തുന്നതും അവിടെ ഹോൾഡ് ചെയ്യുന്നതും. ആ സ്ഥലത്താണ് അർജുന്റെ ലോറി ഉള്ളത്. ആ മൺകൂന കാണുന്ന സ്ഥലത്താണ് അർജുന്റെ ലോറി ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത്. ആദ്യത്തെ സിഗ്നൽ, അതായത് അതിന് തൊട്ട് മുൻപ് കാണുന്നത് ടവറാണ്. രണ്ടാമതായി ഈ ഇത്തരത്തിലുള്ള അവിടെ ഡിവൈഡറായി വെച്ച ഒരു റെയിൽ പോലുള്ള ഒരു വസ്തുവാണ് കണ്ടെത്തിയത്. മൂന്നാമത്തെ സ്പോട്ടാണ് അർജുന്റെ ലോറി എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു നാലാമത്തെ ഒരു വസ്തു കൂടി കണ്ടെത്തിയത് നേരത്തെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ക്യാബിനാണ്. അത് കൃത്യമായി 4 വസ്തുക്കൾ കണ്ടെത്തി. ഇനി മഞ്ജുഷ, പ്രധാനമായി ഇനി കണ്ടെത്തേണ്ടത് ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ അത് കണ്ടെത്താനുള്ള പരിശോധനയായിരുന്നു ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് അത്തരത്തിലൊരു ശ്രമമായിരുന്നു നടന്നത്. പക്ഷേ കാലാവസ്ഥ വലിയ തോതിലുള്ള പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഒരു തരത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഏറ്റവും ഈ ലോറി ഇത്തരത്തിൽ കൊളുത്തിട്ട് മുകളിലേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർ ഈ ലോറിയുടെ താഴ്ഭാഗത്തേക്ക് എത്തി അവിടെ കൊളുത്ത് സ്ഥാപിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതിനാണ് ഇപ്പോൾ തടസ്സമുള്ളത്. ഒന്നിക്കൽ ലോറി മുകളിലേക്ക് ഉയർത്തുക, അതല്ലെങ്കിൽ ഈ ക്യാബിനിലേക്ക് ഈ ദൌത്യ സംഘത്തിന് എത്താൻ പറ്റണം. ഇത് രണ്ടും സാധിക്കാത്തൊരവസ്ഥ. അത്രത്തോളം കുത്തൊടുക്കാണ് ഈ പുഴയിലുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം ജീവൻ പണയം വെച്ച് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ചയാണ്. വലിയ തോതിലുള്ള ഒരു ദൌത്യ സംഘം 11 നാളായി ഒരു അർജുനന്റെ ലോറിക്കും അർജുനനെയും വേണ്ടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. ഒടുവിൽ ലോറി കണ്ടെത്തിയെങ്കിലും ആ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത അവസ്ഥ, ആ ക്യാബിനിലേക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥ. അത്തരത്തിൽ ഏതായാലും ഇനി എന്താണ് ഇതിന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള വഴി എന്ന കാര്യത്തിൽ ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന് ഒരു നിശ്ചയമില്ല. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക തന്നെയാണ് ഇതിൽ ഏറ്റവും ദുഷ്കരമായ പ്രവൃത്തി. അതോടൊപ്പം മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ ഇതിന് ലോറിയുടെ ക്യാബിനിലേക്ക് എടുത്തെത്താൻ സാധിക്കുക അതും ഏറ്റവും ദുഷ്കരമാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നേവിയും പറയുന്നത്, ജില്ലാ ഭരണകൂടവും പറയുന്നത്, ഒരു കാരണവശാലും അവർക്ക് അനുമതിയില്ല. അതൊരു പക്ഷേ ഇത്തരത്തിൽ അവരുടെ ജീവൻ പോലും അപായപ്പെടുത്താൻ, ഒരു പക്ഷേ ജീവൻ അപായപ്പെടുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്കാവും. മുങ്ങൽ വിദഗ്ധർക്ക് 7 നോട്ടിക്കൽ ഒരിക്കലും അവർക്ക് അത് ആ രീതിയിൽ പോയി ഈ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാകും. ഇന്നലെ മുങ്ങൽ വിദഗ്ധർക്ക് ഒരു ഇത്തരത്തിൽ പരിശോധന നടത്താനും സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മഴ വീണ്ടും പെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും നദിയിലെ ഒഴുക്ക് കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഈ രാവിലെ ഒഴുക്ക് ഇപ്പോൾ 6-7 നോട്ട്സ് വരെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇനി അതിനേക്കാൾ കൂടുവാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇനിയും സാധ്യമല്ലാത്ത ഒരു ടാസ്ക് അല്ലേ ഇത്? അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല എന്നല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോറി കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ പോലും. അപ്പോൾ ഈ അടുത്ത പ്ലാനിനെ പറ്റി എന്തുകൊണ്ട് ഈ വിശദീകരണം വൈകുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. അത് തന്നെയാണ് മഞ്ജുഷ, നമ്മൾ ആവർത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളോട് ഉൾപ്പെടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് ഈ നിലയിൽ തുടർന്ന് പരിശോധന അല്ലെങ്കിൽ ഈ ലോറി പുറത്തേക്കെടുക്കാൻ സാധിക്കാൻ ഈ ഇപ്പോഴുള്ള ദൌത്യസംഘത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളവിടെ ഈ ഓരോ ദിവസവും അവിടെ ഉണ്ടായിരുന്ന ആളിൽ ഈ വിദഗ്ധരുമായി സംസാരിച്ച ഒരാളെന്ന നിലയിൽ പറയുന്നതാണ് അതെന്തായാലും സാധ്യമല്ല. അതിന് ഇനി എന്ത് സംവിധാനം ഉപയോഗിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്. നമുക്കൊരു വിവരം ലഭിച്ചിരിക്കുന്നത്, നേരത്തെ ലഭിച്ചത്, അത് സ്ഥിരീകരിച്ചിട്ടില്ല, നമുക്കറിയില്ല. ഈ തെരച്ചിൽ നിർത്താൻ പോകുന്നു എന്ന ഒരു ഈ പ്രതികൂല കാലാവസ്ഥയിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തെരച്ചിൽ നിർത്താൻ പോകുന്നൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. എന്തായാലും അത് ഈ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലുള്ള ദുഃഖകരമായ ഒരു വിവരമായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അതേതായാലും വൈകുന്നേരം അറിയാം. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തുന്നുണ്ട്. അവർ തെരച്ചിൽ ഊർജിതമായി നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്തായാലും തെരച്ചിൽ നിലവിൽ നിർത്താൻ സാധ്യതയില്ല എന്നാണ് AK മഷ്റഫും അതുപോലെ തന്നെ MK രാഘവൻ MP യോടും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്തരം ഒരു വിവരമുണ്ട്. ഇനി അതായിരിക്കുമോ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുക. വളരെ പ്രതികൂലമായ കാലാവസ്ഥയുടെ കാറ്റ് ശക്തമായി വീശിയടിക്കുന്ന കാറ്റാണ്. ഒപ്പം മഴ, വലിയ തോതിലുള്ള മഴ. അല്പസമയം മുമ്പ് തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ ഉണ്ടായ സമയത്ത് വലിയ തോതിലുള്ള മഴയാണ് വന്നത്. ഇപ്പോഴും ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാറ്റാണ്. അത്രത്തോളം ശക്തമായ കാറ്റ്. പുഴയിൽ രക്ഷാപ്രവർത്തനം ഇനി സാധ്യമല്ല എന്ന രീതിയിലുള്ള കാറ്റാണ്. അപ്പോൾ ഇനി എന്താണ് വഴി?
അത് തന്നെയാണ് ഒരുപക്ഷെ ഈ തിരച്ചിൽ നിർത്തിവെക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അർജുനെ നമുക്ക് എപ്പോൾ കണ്ടെത്താൻ പറ്റും? ഇതൊക്കെ ചോദ്യങ്ങൾ ഇനി ശരിയാണ് ബൈജു. എന്തായാലും ഒരു പുരോഗതി ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല, അത് പറയേണ്ടിയിരിക്കുന്നു. കാരണം 11:52 ലാസ്റ്റ് അപ്ഡേറ്റ് ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതും ദൗത്യ സംഘത്തിന്റെ തലവനായ ഇന്ദ്രബാലൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിരിക്കുകയുമാണ്. ഷിരൂർ അപ്ഡേറ്റ് എന്ന രീതിയിൽ അവസാനം വന്നത് 11:52 അതിൽ പറയുന്നത് ജോയിന്റ് ഓപ്പറേഷൻ തുടരുകയാണ് എന്നുള്ളതാണ്. ആർമിയും നേവിയും അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യയായ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയും ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. കൂടുതൽ സിഗ്നലുകൾ കിട്ടും എന്നുള്ള ആ ഒരു വിലയിരുത്തലാണ്, അതിനു വേണ്ടിയുള്ള പരിശോധന നടക്കുന്നു. അപ്പോൾ ആ 2ഉം 3ഉം സ്പോട്ടുകൾ താരതമ്യം ചെയ്തുള്ള കൂടുതൽ വിലയിരുത്തലിലേക്ക് വരും. ഇതാണ് ഏറ്റവും പുതിയ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നത്. അതിലും പറഞ്ഞിരുന്നത്